Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asyrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 13-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ വിവരിക്കുന്നത്? അതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് പുസ്തകങ്ങളിൽ നോട്ട് ചെയ്തിട്ടുണ്ടാകും. എന്തിന് അല്ലാഹു ഉപമകൾ വിവരിക്കുന്നു എന്നതിൻ്റെ ഉത്തരം. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഉപമകൾ പറയാറുള്ളത്, ഉദാഹരണങ്ങൾ പറയാറുള്ളത് ഒരു കാര്യം, പറയുന്ന കാര്യം ലളിതമായി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പുറമെ മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടി ഉദാഹരണങ്ങൾ പറയുന്നതിന് ഉദ്ദേശിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. അല്ലാഹു പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം, മനസ്സിലാക്കാൻ പറ്റും. അതിന് പറയുന്ന വിഷയങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളാണ് ഖുർആനിൽ പറയുന്നത്. ഈമാനുമായി, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്, ഈമാനാണ്. അപ്പോൾ ആ ഈമാനിന്റെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന മറ്റൊരു കാര്യം നമ്മളെ അമലാണ്. എല്ലാവരും ചെയ്യുന്ന പോലെയല്ല നമ്മളെ പ്രവർത്തനങ്ങൾ, നമ്മളെ അമലുകളിൽ വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. മാതാപിതാക്കളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം അത് മറ്റ് മതമോ അല്ലെങ്കിൽ മതവിശ്വാസമോ ഇല്ലാത്ത ഒരാൾ കാണിക്കുന്നത് പോലെയല്ല, മറിച്ച് അതിന് ചില തലങ്ങളുണ്ട്. നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, അതുമായി ബന്ധപ്പെട്ട നമ്മളെ ഇടപാടുകൾ, ഇതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഖുർആനിൽ വ്യത്യസ്തമായ അല്ലാഹു പറയുന്നു. എല്ലാവരുടെയും വരുമാനം പോലെയല്ല നമ്മുടെ വരുമാനം. നമ്മളെ വരുമാനത്തിന് ചില നിബന്ധനകൾ, മാനദണ്ഡങ്ങൾ ഉണ്ട്. അതിനപ്പുറം പറ്റില്ല. എല്ലാവരും പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പല കച്ചവടങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ കച്ചവടങ്ങളെ പോലെ നമ്മളെ കച്ചവടം പറ്റില്ല. നമ്മളെ കച്ചവടങ്ങൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അല്ലാഹു പറയുന്നു. ആ കാര്യങ്ങൾ നമുക്ക് ലളിതമായി പെട്ടെന്ന് മനസ്സിലാക്കാനും ആ കാര്യം ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയാണ് അല്ലാഹു വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സുമറിലെ വളരെ മനോഹരമായ ഒരു ഉദാഹരണം അല്ലാഹു പറഞ്ഞത് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇന്ന് നമുക്ക് ഒരല്പസമയം നമുക്ക് മനസ്സിലാക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറഞ്ഞ വിഷയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന കാര്യം അതെന്താണെന്ന് ചോദിച്ചാൽ, ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. വിഷയം നമ്മൾ പഠിച്ചത്, ആയത്ത് പഠിച്ചതാണ്, അർത്ഥം പഠിച്ചതാണ്, ആശയം നമ്മൾ മനസ്സിലുണ്ട്. ഈ ഖുർആൻ ആർക്കും ഉപകാരപ്പെടും. ഇന്നമാ തുൻദിറു, തീർച്ചയായും ഈ ഖുർആനിന്റെ ഉപദേശം, ഉത്ബോധനം, ഫലം ചെയ്യുന്നത് ആർക്കാണ്? ഖുർആൻ ആർക്ക് പ്രയോജനം ചെയ്യും? ഖുർആൻ ക്ലാസ്സിൽ വന്നു എന്ന് കരുതി ഖുർആൻ പ്രയോജനപ്പെടണം എന്നില്ല. ഖുർആൻ വായിച്ചു എന്ന് കരുതി 10 വട്ടം ഖുർആൻ വായിച്ചു എന്ന് കരുതി ഖുർആൻ പ്രയോജനപ്പെടണം എന്നില്ല. ഖുർആൻ ആർക്ക് പ്രയോജനപ്പെടും? മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. നമ്മൾ പഠിച്ചതാണ്, ഞാനത് അർത്ഥ വിശദീകരണം പറയുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവർക്കാണ് ഖുർആൻ ഫലം ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട
നമ്മൾ ഇന്ന് വരെ കാണാത്ത, നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത അള്ളാഹുവിനെ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടുന്ന ഒരവസ്ഥ, അതുണ്ടെങ്കിൽ അവർ ഖുർആൻ പ്രയോജനപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ മതം ആ അവസ്ഥയിലേക്ക് ഒരാൾ എത്തിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഖുർആൻ ചെയ്യില്ല. അപ്പൊ അല്ലാഹു ഉദാഹരണങ്ങൾ എന്തിന് ഖുർആനിൽ വിശദീകരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വിഷയമാണ് നോക്കാനുള്ളത്. സൂറത്ത് അൻകബൂത്ത് മറക്കുക, 29-ാം അധ്യായം. സൂറത്ത് അൻകബൂത്ത് 29. അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എട്ടുകാരി എന്ന, എട്ടുകാരി. അപ്പൊ ഇനി നിങ്ങൾ ആദ്യം അള്ള പറഞ്ഞ, നമ്മൾ ആദ്യം പഠിച്ച ആയത്തിന്റെ അള്ളാഹ്ക്ക് ഈ ചെറിയ 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 വസ്തുക്കളെ കൊണ്ട് ഉദാഹരണം പറയുന്നത് ഒരു ലജ്ജയുമില്ല എന്നോട് പറഞ്ഞല്ലോ. അതൊരു പൊതുതാകട്ടെ അതിലും ചെറുതാവട്ടെ എന്ന് പറഞ്ഞു കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഇവിടെ അൻകബൂത്തിനെയാണ് അള്ള പറഞ്ഞത്. അൻകബൂത്ത് എട്ടുകാരിയാണ്. ഈ എട്ടുകാരിയുള്ള ഉദാഹരണം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ. ഇവിടെ എന്താണ് വിഷയം എന്നത് പിന്നെ 41-ാമത്തെ ആയത്തിൽ അത് പറയുന്നത്. 41-ാമത്തെ ആയത്തിൽ ഈ ആയത്താണ് ഈ സൂറത്തിന് ആ പേര് കിട്ടാൻ കാരണം. ആയത്ത് കാണട്ടെ, എല്ലാവരും ആയത്ത് കാണാൻ വായിക്കുന്നത് കൈ വെക്കണം. അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിക്കുന്നവരുടെ ഉദാഹരണം, മസല്, ഉപമ. അള്ളാഹുവിന് പുറമെ ഔലിയാവിനെ സ്വീകരിക്കുക. എന്താ വലിയ എന്നതിന്റെ ബഹുവചനം ഔലിയാ. ഔലിയാക്കൾ ഔലിയാക്കൾ നമ്മൾ പറയണ്ട, നാട്ടിൽ പല ഔലിയാക്കന്മാരുണ്ട്. ഈ ഔലിയാഹിനെ, ഔലിയാക്കന്മാരുണ്ട് കേട്ടോ. അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത മിത്രങ്ങൾക്കാണ് ഔലിയ എന്ന് പറയുന്നത്. മിത്രങ്ങളുണ്ട്, എന്നാൽ ഔലിയാക്കൾ എന്നതൊരു പദവിയുടെ സ്ഥാനമാണ്. പക്ഷെ അത് ആർക്കും അറിയില്ല. നബിയും ഔലിയാക്കളും, അമ്പിയാക്കളും ഔലിയാക്കളും വ്യത്യാസം എന്താ? അമ്പിയാക്കൾ ആരാണ് എന്ന് അറിയും, അത് അമ്പിയാക്കൾ പറയണം. ഞാൻ നബിയാണെന്ന് പറയാത്തൊരു നബിയില്ല. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ നബിയാണ് എന്ന് പറയാത്തൊരു നബി ഉണ്ടാവില്ല, അത് പറയുന്ന നിർബന്ധമാണ്. അമ്പിയാക്കളും ഔലിയാക്കളും നമ്മൾ വ്യത്യാസമാണ്. പക്ഷെ ഒരു ഔലിയയും ഞാൻ ഔലിയ വലിയ ആണെന്ന് പറയാൻ പാടില്ല, പറയില്ല. എന്താ കാരണം? അയാൾക്ക് ഞാൻ വലിയ എന്ന് അറിയില്ല. അള്ളാഹു ഒരാളോട് നീ അള്ളാനെ വലിയ എന്ന് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹു എടുത്തു പറഞ്ഞ സംഭവങ്ങളല്ലാതെ ഒരാൾക്ക് പറയാൻ കഴിയില്ല. പിന്നെ എന്താണെന്നറിയോ, ബാക്കിയുള്ളവർ ചില ആളുകൾ ഔലിയാക്കളാക്കി സ്വീകരിക്കണം. അതാണ് ഇത്തഹലാന്ന് വാക്ക് പറയാൻ കാരണം. അത് എന്തിനാണ് അവിടെ സ്വീകരിക്കുന്നത് അറിയോ? അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ ഈ വലിയനോട് പറയാൻ വേണ്ടിയാണ്. ആവലാദികളും വേവലാദികളും സങ്കടങ്ങളും ഒക്കെ പ്രശ്നപരിഹാരങ്ങളൊക്കെ ഈ വലിയനോട് പറയാം, അള്ളാഹിനോട് പറഞ്ഞിട്ട് പറയാം. ഈ പറയുന്നതിനാണ് ദുആ എന്ന് പറയുന്നത്. അത് ഇബാദത്താണ്. അത് ആരോട് നടത്തിയാലും അത് അല്ലാഹു അല്ലാത്തവരുടെ ഇബാദത്താണ്, അത് ശിർക്കാണ്. അവിടെ പ്രശ്നം. അപ്പൊ ഈ വിഷയം പറയാൻ വേണ്ടി അള്ളാഹു പറയാം, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? ഔലിയാക്കൾ ഇല്ലാന്നോ കറാമത്ത് ഇല്ലാന്നോ എന്നല്ല പറഞ്ഞേക്കാം. ഔലിയാവുണ്ട്, കറാമത്തുണ്ട്. പക്ഷെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരാളും ഞാൻ വലിയാണ്, എന്റെ കറാമത്ത് ഇന്നതാണ് ഇന്നേ വരെ ഏറ്റവും വലിയ വലിയകളെ കൂട്ടത്തിൽ ഒന്നാമത്തെ വലിയായിട്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരാളാണ് സിദ്ദീഖ് ലോകത്തിലെ അനുഭവം അല്ലെ. ഇന്നേ വരെ അദ്ദേഹം ചരിത്രത്തിൽ ഞാൻ വലിയ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് കറാമത്ത് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹ് ഒരുപാട് സഹായങ്ങൾ, കറാമത്ത് എന്ന വാക്കിന്റെ അർത്ഥം ആദരവ് എന്നാണ്. അള്ളാഹ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ ആൾക്കാരെ വലിയ ഔലിയാക്കളാക്കുന്നത് എന്തിനാണ്? അള്ളാഹ്ക്ക് പുറമെ അള്ളാഹ് പറയുന്ന കാര്യങ്ങൾ പറയണം.
എന്നതിന്റെ ഉദാഹരണം കേട്ടോ. അവയ്ക്ക് കമസലി അങ്കബൂത്ത്, അങ്കബൂത്തിന്റെ വീട് പോലെയാണ്. കമസലി അങ്കബൂത്ത്, അങ്കബൂത്തിനെ പോലെയാണ്, എട്ടുകാലിയെ പോലെയാണ്. ആ എട്ടുകാലിയുടെ ഏത് വിഷയമാണ് ബൈത്ത്? ആ എട്ടുകാലി ഒരു വീടുണ്ടാക്കി, എട്ടുകാലി ഉണ്ടാക്കിയ വീട് പോലെ. ബാക്കി ഏറ്റവും ദുർബലമായ വീടുകളെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായ ശക്തി കുറഞ്ഞ വീട് ആരെ വീടാണ്? ബൈത്തുൽ അങ്കബൂത്ത്, അങ്കബൂത്തിന്റെ വീടാണ്. എട്ടുകാലി ഉണ്ടാക്കിയ വീടാണ്. ലൗ കാനയാണെന്നും അവർക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ, അറിവുണ്ടായിരുന്നെങ്കിൽ, അത് അവർ നോട്ട് ചെയ്ത് നോക്കണം. വരാനുള്ള വിഷയത്തിലേക്ക് ആവശ്യമാണ്, നോട്ട് ചെയ്ത് നോക്കണം. അവർക്ക് അറിവുണ്ടായിരുന്നുവെങ്കിൽ, ഏതാണ് ഇൽമെന്നുള്ളത് മനസ്സിലാക്കണ്ട. എട്ടുകാലിന്റെ വീടാണ് ഏറ്റവും ദുർബലമായ വീടെന്ന് അറിയാൻ നിങ്ങൾക്ക് വേറെ ഇൽമൊന്നും വേണ്ട, അതെല്ലാവർക്കും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇവിടെ പറഞ്ഞ ഇൽമ എന്താന്നുള്ളത് ഇനി പറയും, അപ്പോഴേക്കും അത് മനസ്സിലാവണം. ഞങ്ങളെ നോട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇൽമുണ്ടായിരുന്നുവെങ്കിൽ, ആ ഇൽമ എട്ടുകാലിന്റെ വീടാണ് ഏറ്റവും ദുർബലമായതാണ് എന്ന ഇൽമല്ല. ആ ഇൽമിന് കിതാബ് പോകുന്ന കാര്യമില്ല. അത് ഏതാണ് ഇൽമെന്നുള്ള പിന്നെ വരും. ബാക്കി വയ്ക്കും. അള്ളാഹുവിനെ പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതൊരു വസ്തുതയെ കുറിച്ചും അള്ളാഹു നന്നായിട്ട് അറിയും. അള്ളാഹ്ക്ക് അറിയാത്ത ഒരു വഴിയുമില്ല. ഇവരെ കുറിച്ചൊക്കെ ആർക്കറിയാം? അള്ളാഹുവിനെ അറിയാം. അള്ളാഹു പ്രതാപശാലിയും ബുദ്ധിമാനുമാണ്. ഇപ്രകാരം ജനങ്ങൾക്ക് ആ ഉപമകൾ നാം വിവരിച്ചു കൊടുക്കുന്നു. ആ ഉപമകൾ നാം മനുഷ്യർക്ക് വേണ്ടിയാണ് വിവരിച്ചു കൊടുക്കുന്നത്, മനുഷ്യർക്കാണ് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ബാക്കി ആലിമീങ്ങളല്ലാതെ ചിന്തിച്ച് മനസ്സിലാക്കുക. ആലിമീങ്ങളല്ലാതെ ചിന്തിച്ച്, ആലിം എന്ന് പറഞ്ഞാൽ ഇവിടെ ശംസുൽ ഉലമ, ഖമറുൽ ഉലമ എന്നൊന്നും അല്ല അവിടെ പറഞ്ഞത്. ഉലമാ, ആലിം, ആലിമിന്റെ ജമാ ഉലമാ. ഇവിടെ പറഞ്ഞത് ഖുർആനിന്റെ അറിവുള്ള ഇൽമുള്ള ആൾക്കാരാണ്, അവരല്ലാതെ ചിന്തിക്കൂലാണ്. വിഷയം ഇൽമും അഖീലും. ശ്രദ്ധിക്കണം, ഇൽമും അഖീലുമാണ് വിഷയം. ഈ ഇൽമും അഖീലും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് ഖുശൂഅ്. ഞാൻ പറഞ്ഞു. ഈ ആയത്തിൽ പിന്നെ അല്ലാഹു തആല പറയുന്ന കാര്യം അങ്കബൂത്തിന്റെ വീട് അല്ലെ എന്നാ കേട്ടോ. ഒന്ന്, ഏറ്റവും ദുർബലമായ വീട് അങ്കബൂത്തിന്റെ വീട്. എന്തിനാണ് അത് ഉദാഹരണം പറഞ്ഞത്? അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്ത ഏറ്റവും ദുർബലമായ കാര്യമാണ്, ഏറ്റവും ദുർബലമായ വാദമാണ് എന്ത്? അള്ളാഹുവിന് പുറമെ മറ്റേതെങ്കിലും വസ്തുക്കളോട് ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാനാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോ അത് പറയാൻ സമയമില്ല, നമ്മളെ വിഷയമായി പോകുന്നത് ഞാൻ പിന്നെ സമയത്ത് പറയാം. അങ്കബൂത്തിനെ എട്ടുകാലിയെ നിങ്ങളോട് പഠിക്കുക, എട്ടുകാലിയുടെ സവിശേഷത പഠിക്കുക. എട്ടുകാലിയുടെ സവിശേഷതകൾ ഇന്ന്, എട്ടുകാലിയുടെ സവിശേഷത ഇന്ന് ഭൗതിക ശാസ്ത്രം പറയുന്ന എട്ടുകാലി എന്ന ആ ഒരു ചെറിയ ഒരു പ്രാണിവർഗത്തിൽപ്പെട്ടതാണ്. അതിനുള്ള പ്രത്യേകത പഠിക്കുക, എന്നിട്ട് ഈ വിഷയം കൂടി പഠിക്കുക. ഇപ്പൊ പഠിക്കുമ്പോൾ ഞാൻ അതിന് ഒറ്റ ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ. എട്ടുകാലിയുടെ പ്രത്യേകതയാണ്, ആ എട്ടുകാലിയുടെ അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ആ എട്ടുകാലിയുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഭക്ഷണം ഏതായിരിക്കും? അറിയാം. എട്ടുകാലിയുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഭക്ഷണം എട്ടുകാലിയുടെ തള്ളയെ പഠിക്കുക. എട്ടുകാലിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ എട്ടുകാലി ആദ്യമായി ആ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്നത് എട്ടുകാലിയുടെ തള്ളയെയാണ്, മാതാവിനെയാണ്. പഠിച്ചോളി, നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ ഈ കാര്യം പഠിച്ചാൽ. ആദ്യമായിട്ട് ഒന്ന്, ഖുർആനിന്റെ മാതാവ് ഏതാണ്? ഉമ്മുൽ ഖുർആൻ ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ.
അതിൽ ഏറ്റവും പ്രസക്തമായ പ്രധാനപ്പെട്ട ആയത്തേതാ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖുർആനിന്റെ മാതാവിനെ ഒഴിവാക്കലാണ്. ഖുർആന്റെ മാതാവിനാണ് ഫാത്തിഹ. ആ ഫാത്തിഹ സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ഇയ്യാക നഅ്ബുദു. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കാൻ, എട്ടുകാരിയും ഈ വിഷയവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ബാക്കിയുള്ളത് പഠിച്ചു. അല്ലാഹു എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്? ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞത് വമാ യഅഖിലുഹാ. ആയത്ത് 43 ആയത്ത് കണ്ടീല. ആയത്ത് 41 മുതൽ ആയത്ത് നമ്മൾ പഠിക്കുന്ന വിഷയം എന്താ? അല്ലാഹു എന്തിന് ഖുർആനിൽ ഉപമകൾ പറയുന്നു? ഇവിടെ ഒരു മനോഹരമായ ഉപമ അല്ലാഹു പറഞ്ഞതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെ? അതിന് ഉദാഹരണം അല്ലാഹു പറഞ്ഞതാണ് ഈ വിഷയം. എന്നിട്ട് അല്ലാഹു പറയാണ് വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഇൽമുള്ളവരല്ലാതെ കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കൂല. ഈ ജാലങ്ങളിൽ മക്ബറകളിൽ മുഴുവൻ ഓടി നടക്കുന്ന മുസ്ലിം സമുദായം. ഈ മുസ്ലിം സമുദായത്തിൽ എത്ര ആളുകൾക്ക് ഇങ്ങനെ ഖുർആനിനെ കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്? അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഒരു പടത്തിനും വെക്കാൻ പറ്റില്ല. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അല്ലാഹു റസൂൽ, അഷ്റഫുൽ ഖൽഖായ അല്ലാഹു റസൂലിനേക്കാൾ വലിയ സൃഷ്ടി വേണമല്ലോ. ആ റസൂലുള്ളാഹിക്ക് ഇറങ്ങിയ ഖുർആനാണ്. ആ റസൂലിനാണ് ഈ ആയത്ത് ആദ്യം ഓതിയത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ആയത്തെ പഠിപ്പിച്ചത്. റസൂലിന്റെ ആയത്തൊക്കെ ബാക്കി ഏത് ആൾക്കാരും റസൂലിനെ മേലക്കൊരാളില്ലല്ലോ, ഇല്ല. ആ റസൂലാണ് ഈ ആയത്ത് പഠിപ്പിച്ചത്. ഇത് നമ്മുടെ സമുദായത്തിൽ എത്ര ആൾക്കാരുണ്ടാവും? പിന്നെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അത് കച്ചവടമാണ്, ബിസിനസ്സാണ്. എങ്ങനെ ചിന്തിച്ചാൽ മതി. പണ്ഡിതന്മാരെ അപ്പോൾ ഖുർആൻ പഠിക്കുന്ന പണ്ഡിതന്മാരല്ലേ നേതൃത്വം കൊടുക്കുന്നത്? അത് നേതൃത്വം കൊടുക്കുന്ന അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതാ പണ്ഡിതന്മാരെ സാധാരണക്കാരെ പറഞ്ഞിട്ടില്ല. ഇന്നലെ കൊടുക്കുക. ഈ ഗ്രന്ഥത്തിലുള്ള പലതും മറച്ചു വെക്കുന്ന ആൾക്കാരുള്ള കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥത്തിൽ പറഞ്ഞു കൊടുക്കുക. അത് കച്ചവടമാണ്, ബിസിനസ്സാണ്. ഇപ്പൊ നിങ്ങള് കഴിഞ്ഞ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഈ പിന്നെ സ്ഥലം ഒരു വീട് കുറ്റി തുറന്ന് 40 പവൻ സ്വർണവും 8 ലക്ഷം രൂപയും പോയി. വീട് കുറ്റി തുറന്നിട്ട് കള്ളന്മാരെ കൊണ്ടുവന്ന് പോലീസിന് പരാതി കൊടുത്തു. പോലീസ് അന്വേഷിച്ച് നോക്കിയിട്ട് അടുത്ത CCTV മുഴുവൻ നോക്കിയിട്ടും ഒരു കള്ളം പേരെ കുറ്റി തുറക്ക ചെയ്യുന്ന കാണില്ല. പരാതി അവസാനം അന്വേഷിച്ച് വന്നപ്പോൾ എന്താ ഉണ്ടായത്? ഈ പെണ്ണ് ആ വീട്ടുകാരുടെ പേര് ചെയ്യാന്ന അവളോട് ഏതോ ഒരു കൂട്ടുകാരി പറഞ്ഞു കൊടുത്ത് ആ വീട്ടിൽ നിന്നും രോഗങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും കുറേ പരീക്ഷണങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇന്ന ഒരു അൻവർ എന്ന് പറയുന്ന ഉസ്താദിന്റെ പേര് പറഞ്ഞത് അയാളെ പേര് കണ്ടാൽ മതി. അയാളെ കൂട്ടിക്കൊണ്ടെന്ന് വീട്ടിൽ വന്നപ്പോൾ ഈ ഉസ്താദിന് മനസ്സിലായിട്ട് ഇവിടെ നല്ല സംഭവമായിട്ട് പറ്റിച്ചാൽ നമ്മളെ കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? കുറേശ്ശെ സ്വർണ്ണം ഉപയോഗിച്ച് കൈക്കലാക്കിയിട്ട് അവസാനം ഇയാൾ പറഞ്ഞു പിന്നെ ഇനിയിപ്പോ ഭർത്താവ് അറിയും. ഭർത്താവ് അറിയാതെ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പൊ
അപ്പൊ ഇയാൾ തന്നെ പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്തോ, വാതിലൊക്കെ ഇന്ന് പുറത്തു പോവുക, ആദ്യമൊക്കെ ബുദ്ധി തുറന്നിട്ടിട്ട് വീട് വ്യക്തിയിൽ പോവുക, എന്നിട്ട് കള്ളം കയറി നമ്മൾ പരാതി കൊടുത്താൽ മതി. ഈ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ നീയും നിന്റെ കുട്ടി മരിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ വീട് കഴിഞ്ഞ ഈ ആഴ്ചക്കുള്ളിൽ ഉണ്ടായ സംഭവം. നിങ്ങൾ എത്ര ട്യൂഷനുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് ഉസ്താദാണ് ഈ പറ്റിച്ച ആള്. സാധാരണ ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പൊ ഇരുമ്പുള്ളവരെ ഇതിൽ പോണെന്ന് ചോദിച്ചാൽ ആ ഇരുമ്പുള്ളവർ അവരുടെ കച്ചവടത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി ദീനെ മറച്ചു കൊടുക്കുന്നു, ഖുർആൻ സുന്നത്ത് മറച്ചു കൊടുക്കുന്നു. അതേസമയത്ത് ഖുർആൻ പഠിച്ചൊരു പെണ്ണാണെങ്കിൽ പടച്ചോനെ തന്നത് തടയാനും തടഞ്ഞത് തരാനും ഒരാൾക്ക് കഴിയില്ല. ഒരാളാതിരിമാൻ പറയുന്നത് നിന്റെ അവാദം തടുക്ക ലോകത്താരില്ല. നിന്റെ തീരുമാനം വിരനെ ചെയ്യും. ഈ ഉറച്ച വിശ്വാസം ഇരുമുള്ള ഒരു പെണ്ണ് ഈ 40 പവൻ സ്വർണവും ഈ 8 ലക്ഷം രൂപ എടുത്തു കൊടുക്കുമോ? അപ്പൊ ഇൽമാണ് ഇൽമാണ് നമുക്ക് ചിന്ത തരിക, ബുദ്ധി തരിക, മണ്ട തരിക. ഈ ഇൽമില്ലാത്തതുകൊണ്ടാണ് ഈ മണ്ടത്തരം ഈ പെണ്ണി ചെയ്തത്. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും അടിസ്ഥാനം. പക്ഷെ അപ്പൊ ഇനി നിങ്ങൾ ഈ ആരിമോൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എൽമ നമുക്ക് ആക്കിൽ തരും. എൽമ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നൽകും. അത് രണ്ടും കൂടി യോജിക്കുമ്പോൾ ഹുഷ്വർ ഉണ്ടാകും. അത് ആരിമിന് ഉണ്ടാകുന്നതാണ്. ഇനി നിങ്ങൾ മറക്കേണ്ടത് 35-ാമത്തെ സൂറത്ത്. 35 സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിലെ 28-29 ആയത്ത് വരെ. കണ്ടില്ലേ? 28-29 കണ്ടാലേ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനം ചെയ്യുള്ളൂ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞ പോലെ ഒരു പ്രസംഗ വാദമല്ല, ഒരു പഠനം. അതിന്റെ മനുഷ്യരെയോ ജന്തുക്കളിലെയോ മൃഗങ്ങളിലോ ഒക്കെ വ്യത്യസ്ത കളറുകളുള്ള ജന്തുക്കളുണ്ട്. മനുഷ്യന്മാർ വ്യത്യസ്ത കളറാണ്. ജന്തുക്കളും ജീവജാലങ്ങളൊക്കെ വ്യത്യസ്ത കളറുകളും വർണ്ണങ്ങളുമാണ്. ഈ വർണ്ണങ്ങളിലും കളറുകളിലൊന്നും എന്തില്ല, ഒരു പ്രത്യേകതയില്ല. എന്നുവെച്ചാൽ രാജ്യത്ത് ചില നാട്ടിലെ മനുഷ്യന്മാർ അങ്ങോട്ട് തിരിച്ചറിയാനുള്ളതാണ് ഈ കളറും വർണ്ണങ്ങളൊക്കെ. മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും ഒക്കെ അതുണ്ട്. എന്നാൽ ഏത് കളറുമാണ് ഈ ജന്തുക്കളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും അവരെ വ്യത്യസ്തമാക്കുന്ന സംഗതി അറിയുമാണ്. അടുത്ത ബാക്കി വരും. തീർച്ചയായും അവന്റെ അടിമകളിൽ നിന്ന് ഭയപ്പെടുന്നത്, അള്ളാഹനെ പേടിക്കുന്നത് ഈ ഇൽമുള്ള ആളുകളാണ് ആരെ ഭയപ്പെടുക? അള്ളാഹുവിനെ ഭയപ്പെടുക. അവർ ഇൽമ എവിടേക്ക് എത്തിക്കും? ഖുശൂഇലേക്ക് എത്തിക്കും. ഇനി നിങ്ങള് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, പിന്നെ നേരെ അല്ലാഹുവിന്റെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് അതൊക്കെ വായിച്ചു വരും. 19-ാമത്തെ ആയത്തിൽ മുതൽ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതാണ്. ഇനി 29 വായിച്ചാൽ അള്ളാഹിന്റെ കിതാബ് ഓതി വായിക്കണം. അള്ളാഹിന്റെ കിതാബ് ഓതി വായിക്കുന്ന ആൾക്കാർ നിസ്കരിക്കും. രഹസ്യമായിട്ട് മനുഷ്യനെ കുറിച്ച് ചെലവാക്കും. ഇതൊക്കെ ഇത് പഠിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണമെങ്കിൽ ചെലവാക്കാൻ മാതിരി വേറെ ചെലവാക്കൂല. ഖുർആൻ പഠിക്കണമെങ്കിൽ ചെലവാക്കാൻ പോകുന്ന മാതിരി വേറെ ചെലവാക്കാൻ പോകൂല. നല്ല കാര്യത്തിന് മനസ്സിലായില്ലേ? ഖുർആൻ പഠിക്കണമെങ്കിൽ നിസ്കരിക്കണമായി നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഖുർആൻ പഠിക്കാത്തവരുടെ ശ്രദ്ധ ഉണ്ടാവില്ല. ഖുർആൻ വായിച്ച് പഠിക്കുന്നു, നിസ്കരിക്കുന്നു, അള്ളാഹ് തന്നത് ചെലവാക്കുന്നു. ബാക്കി യർജൂന തിജാറത്ത്
ലത്തബൂർ ചെയ്യുന്നത് നഷ്ടം വരാത്ത കച്ചവടമാണ്. ഈ ചെയ്യുന്ന പണി എന്താണ്? ഞായറാഴ്ച നടക്കുന്ന ബിസിനസ് ഏതാ? നമുക്ക് തിങ്കൾ മുതൽ ശനി വരെ ബിസിനസ് ഉണ്ട്. ഞായറാഴ്ച ബിസിനസ് അവധിയാണ്. അവിടെ നടക്കുന്ന ബിസിനസ്സാണ് നഷ്ടമില്ലാത്ത ബിസിനസ്. നഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ബിസിനസ്. അതേ പറഞ്ഞിട്ടാ തിജാറത്ത് കച്ചവടം ബിസിനസ്സാണ്. ലത്തബൂർ നഷ്ടം വരാത്ത കച്ചവടമാണ്. ഈ കച്ചവടത്തിന്റെ പ്രത്യേകത എന്താ പറയുക? അടുത്ത ആയത്ത് ലിയോഫിയഹും ഉജൂറഹും അല്ലാഹു അവരുടെ പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കും. ഫضل ഏറ്റി കൊടുക്കും. അള്ളാഹുടെ ഫضل അള്ളാഹുടെ അനുഗ്രഹം അത് അള്ളാഹു വർദ്ധിപ്പിച്ച് ധാരാളം ഇരട്ടി ഇരട്ടിയാക്കി കൊടുക്കും. ഇന്നഹു ഗഫൂറുൻ ശക്കൂർ. അള്ളാഹു ഗഫൂറുൻ ശക്കൂറുമാണ്. ഇത് നമ്മളെ മനസ്സിൽ വെക്കുക. ഖുർആൻ വായിച്ചിട്ടുണ്ടാക്കുന്ന ഇൽമ്, ആ ഇൽമ നമ്മൾ എവിടേക്ക് എത്തുന്നു? ഖുശൂഇലേക്ക് നമ്മളെ എത്തിക്കും. ഇനി നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു സൂറത്ത് കൂടി മാറ്റുക. 39 സുമർ. 39 സുമർ. 39ാമത്തെ സൂറത്ത്. അതിലെ 9ാമത്തെ ആയത്തിലേക്ക് 9ാമത്തെ أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. ilmu akhirnya jadi khusyuk dalam bagaimana dia khusyuk apa kalau ആലിമീങ്ങൾക്കാണോ എഴുമ്പോൾ ആൾക്കാർക്കാണോ? ഞാൻ തൊട്ട് മുന്നിൽ ആയത്ത് നമ്മൾ വായിച്ചത്. എഴുമ്പോഴുള്ളവർ കാണുന്നുണ്ടാവുക ഈ ഖുശൂ ഉണ്ടാകാൻ എന്ന് പറഞ്ഞു അല്ലേ? ആ ഖുശൂട് അതിന്റെ ഒരു ഖുശൂട് ഞാൻ പിന്നെ രാത്രി മുഴുവനും അത് കിടന്നുറങ്ങിയിട്ട് പിന്നെ രാത്രി എപ്പോഴോ കിടന്നുറങ്ങി രാവിലെ എപ്പോഴോ എഴുന്നേറ്റ് എനിക്ക് ഖുശൂ ഉണ്ട് പറഞ്ഞ കാര്യമില്ല. ഖുശൂഇന് ചില അടയാളം ഉണ്ടാവും. ആ അടയാളം കേട്ടോളൂ. അമ്മൻ പൂ കാണിക്കും രാത്രി സമയത്ത് ഭക്തിയോടുകൂടി എഴുന്നേറ്റ് നിസ്കരിക്കും. കായിമൻ സാജിദൻ വഖായിമ സുജൂദിലും ഖിയാമിലുമായിട്ട് രാത്രി നിസ്കരിക്കുന്നവരാണ്. ഏതാ നമസ്കാരം? സുബീന്റെ മുമ്പ് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ആൾക്കാർ എന്താണ് ഒരു അവസ്ഥ? യഹ്ദറുൽ ആഖിറ, ഒരു ആഖിറ പേടിയാണ്. ആഖിറ പേടിയാണ്, പരലോകത്തെ പേടിയാണ്. വയർജു റഹ്മത്ത് റബ്ബി, റബ്ബിന്റെ റഹ്മത്താകുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന അത്യാഗ്രഹിക്കുന്നുണ്ട്. റബ്ബിന്റെ റഹ്മത്തായ സ്വർഗം ആഗ്രഹിക്കുന്ന പരലോകത്തെ കുറിച്ച് പേടിയുള്ള ആൾക്കാർ ഒരിക്കൽ രാത്രി എഴുതി നിസ്കരിക്കാൻ കഴിയുള്ളൂ. ഇത് ഖുശൂഇന്റെ അടയാളമാണല്ലേ? ആണോ അല്ലേ? ഈ ബാക്കി പറയും. ഇത് പറഞ്ഞിട്ട് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദിക്കുക ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമമാണോ? സഹോദരങ്ങൾ, ഇത് ഖുർആന്റെ തദബ്ബുറാണ്. തദബ്ബുർ ഖുർആൻ ശരിക്കും ശ്രദ്ധിക്കണം, നന്നായിട്ട് പഠിക്കണം. മണിക്കൂറുകളോളം ഇരുന്ന് പല കിതാബുകൾ റെഫർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വിഷയം പറഞ്ഞത്. ഈ ആയത്തുകൾ പറയുന്നതും ആയത്ത് നമ്പർ പറയുന്നതും കാണിച്ചു തരണം. ഇത് ശരിക്കും പഠിക്കണം. ഒന്നേറ്റ് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കണമെന്നുള്ളത്. എവിടെയും ശ്രദ്ധ തെറ്റിപ്പോയത് മനസ്സിലാവില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഗതിയാണ് ഈ പറഞ്ഞത്. പടച്ചവനെ പേടിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവണം. അതില്ലെങ്കിൽ പിന്നെ ഒരു ഫലമില്ല. നമുക്ക് നമ്മളെ നിസ്കാരം കൊണ്ട് നോക്കുകൊണ്ട് ചെറുതാക്കൊണ്ട് ഒരു ഫലമില്ല. അവ ചോദിക്കുന്നത് വല്ലതിനല്ല ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമമാണെന്നാണ് ചോദിക്കുന്നത്. ഏത് വിഷയം പറഞ്ഞിട്ടാ ചോദിക്കുന്നത്? ഖുശൂ പറഞ്ഞിട്ടാ ചോദിക്കുന്നത്. അല്ലാഹ് പരലോകത്ത് അവർ ഭയപ്പെടുന്നു, സ്വർഗ്ഗം അവർ ആഗ്രഹിക്കുന്നു, എന്നിട്ട് രാത്രി നിസ്കരിക്കുന്നു. അവരുടെ മനസ്സ് ഹൃദയം എന്തായിരിക്കും? ഈ ഖുശൂ എവിടെ ഉണ്ടാക്കി? ഖുശൂ താടിയല്ല, ഖുശൂ വസ്ത്രത്തിലല്ല, ഖുശൂ നമ്മുടെ രൂപത്തിലല്ല. ഖുശൂ എവിടെ ഉണ്ടാകേണ്ടി?
ഹൃദയത്തിലെ ഖുശൂ ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള അടയാളങ്ങളിലൊക്കെ ഖുശൂ ഉണ്ടാകും. മനസ്സിലായില്ല പറഞ്ഞത്? മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ഈ എൽമുള്ളവരും എൽമില്ലാത്തവരും ചോദ്യം എന്താണ്? സമമാണോ? ഇതൊരു ചോദ്യമല്ല. അതിന് ഉത്തരം എഴുതാതെ എൽമുള്ളവരും എൽമില്ലാത്തവരും സമമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം എവിടെ ഉണ്ടെന്ന് അറിയുന്നത്? ഞാൻ ഉത്തരം എവിടെ ഉണ്ടെന്ന് കാണിച്ചു തരാം. 52-ാമത്തെ സുഹൃത്തുമാണ്. 59 സൂറത്തുൽ ഹശ്ർ. എന്തായിരുന്നു ചോദ്യം? ഇരുമുള്ളവരും ഇൽമില്ലാത്തവരും സമമാണോ? അല്ല. ഖുർആനിലൊക്കെ നമ്മളെന്താ സമല്ലാന്നല്ല. എങ്കിൽ അല്ലാഹു ആ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ ഈ സൂറത്തിലെ 20-ാമത്തെ ആയത്തിൽ, ഈ സൂറത്തിൽ 20-ാമത്തെ ആയത്തിലാണ് ഉത്തരം. 59-ാമത്തെ സൂറത്ത് ഹശ്റിന്റെ 20-ാമത്തെ ആയത്തിലാണ് ഉത്തരം. ചോദ്യം എന്തായിരുന്നു? ഹൽ യസ്തവീന. എന്താ ചോദ്യം? ഹൽ യസ്തവീനതിനെ യാലമന വലദിയല ഇൽമുള്ളവരും സമാണോ? ഹൽ യസ്തവീന. ഉത്തരം ലാ യസ്തവീന. ഉത്തരം ലാ യസ്തവീന പറഞ്ഞിട്ട് അന്നെന്താ പറഞ്ഞു? ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും അല്ല പറഞ്ഞത്. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമാണെന്നല്ലേ ചോദ്യം. ശ്രദ്ധിക്കുക. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമാണെന്നല്ലേ ചോദ്യം. ഉത്തരം ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമല്ലാന്നല്ലേ. പക്ഷെ ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും പറഞ്ഞതിന് പകരം അള്ളാഹ് പറഞ്ഞത് നരകക്കാരും സ്വർഗക്കാരും. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമാണോ എന്നുള്ള ചോദ്യം, ഉത്തരം നരകക്കാരും സ്വർഗക്കാരും സമല്ല. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. ഇപ്പോൾ കിട്ടാൻ കൂടാ. അടുത്ത ലൗ അൻസൽനാ ഹാദൽ ഖുർആന ജബലിന്റെ മേലാണ് ഖുർആൻ ഇറങ്ങിയതെങ്കിൽ ജബലിൽ എന്ത് കവല പറഞ്ഞു? ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഖുശൂ ഉണ്ടാവുന്ന പറഞ്ഞത് മലന്റെ മേലെയാണ് ഇറങ്ങിയതെങ്കിൽ മല ഭയത്താൽ ഖുശൂഇനാൽ പൊട്ടിത്തകരുന്നത് കാണാം. നമ്മള് ഈ കാര്യം പറഞ്ഞു തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടാ? എന്തിനേക്കാൾ വിഷയം എത്തിയത്? തുടക്കം ചെയ്യുന്നത് അള്ളാഹു എന്തിന് ഉപമകൾ പറയുന്നു അല്ലെ? ഇതിന്റെ ബാക്കി വായിക്കും. ഈ വായിച്ചിട്ട് ബാക്കി വായിക്കും. ഖുർആനിന്റെ ഈ ഇജാസാണ് സൗകര്യങ്ങൾ. ഇത് ഇതാണ് തദബ്ബുർ. എന്തിനാണ് കദാലിക ഈ ദിൽക്കൽ അംസാലു യദ്രിബുഹാ ലിന്നാസ്, ജനങ്ങൾക്ക് അല്ലാഹു ഉപമകൾ പറഞ്ഞുകൊടുക്കുന്ന പ്രകാരം. എന്തിനെ? അവരെ ഫിക്ർ വരാൻ, ഫിക്ർ ഉണ്ടാവും, ചിന്ത വരാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം സഹോദരങ്ങളെ നമ്മളെ ഹൃദയത്തിൽ തന്നെ പറയുക. അല്ലാഹു ഉപമകൾ വിവരിക്കുന്നത് എന്തിനു? ഇൽമുണ്ടാകണം. ആ ഇൽമു നമ്മളെ എവിടേക്ക് എത്തിക്കും? നമുക്ക് ഇൽമു അക്കിൽ ഉണ്ടാക്കിയിട്ട് ആ അക്കിൽ നമ്മളെ എവിടേക്ക് എത്തിക്കും? ഖുശൂഇലേക്ക് എത്തിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. എന്താ റസൂൽ പറഞ്ഞതെന്ന് അറിയോ? ആദ്യം ഈ ഭൂമിയിൽ ഉയർത്തപ്പെടുക. ശ്രദ്ധിച്ചോളൂ. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. സ്വഹീഹ് ജാമിഇൽ കാണാം. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു ഷൈഇൻ, ശ്രദ്ധിച്ചു കേൾക്കണം, അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്ന സംഗതി എന്താണെന്നറിയോ? അൽ ഖുശൂഅ. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെട്ടു പോകുന്ന കാര്യം ഖുശൂ ആയിരിക്കും. ഹത്താ ലാ തറാ ഫീഹാ ഖാശിഅൻ, ഒരു ഖുശൂഇല്ലാത്ത വിധത്തിൽ കുറെ നാട്യങ്ങൾ മാത്രമുള്ള
ഹൃദയത്തിൽ ഖുശൂഇല്ലാത്ത കുറേ മനുഷ്യന്മാർ, വലിയ തലകളിലുള്ളവരായിരിക്കും, തൊപ്പിലുള്ളവരായിരിക്കും, ജുബുള്ളവരായിരിക്കും, താഴെയുള്ളവരായിരിക്കും, ഒക്കെ ഇരിക്കും, കാണാൻ കുറേ ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാർ ഉണ്ടാകേണ്ടവരിൽ പോലും ഖുശൂഇല്ലാത്ത അവസ്ഥ വരും. അള്ളാഹു ആദ്യം ഉയർത്തുക ഈ സമുദായത്തിന്റെ സ്വത്തല്ല, ഈ സമുദായത്തിന്റെ സമ്പത്തല്ല, ഈ സമുദായത്തിന്റെ ഇസ്സത്തല്ല. അള്ളാഹു ഉയർത്തുക ഖുശൂഅാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. റസൂൽ ഒരിക്കലും പറയാണ്, നിങ്ങൾ എപ്പോഴും എന്ത് നിങ്ങൾ എപ്പോഴും സ്വീകരിക്കേണ്ട സംഗതി എത്ര നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും സ്വീകരിക്കട്ടെ, വാങ്ങട്ടെ. കൽബൻ ഷാക്കിറൻ, ശുക്റുള്ള ഒരു ഹൃദയം, വൈസാനൻ, അള്ളാഹ് ഓർക്കുന്ന ഒരു നാവ്, വസൗജത്തൻ മുഅ്മിനത്തൻ, ഈമാനുള്ള ഒരു പെണ്ണ്, തുണീനുഹു അലാ അംറിൽ ആഖിറ, പരലോകത്തിന്റെ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഈമാനുള്ള ഒരു പെണ്ണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചോദിച്ചു വാങ്ങാം. എന്തിനാണ് ഹൃദയം ഖുശൂഉള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹുവോട് ചോദിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅൻ. എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇരുപ്പോഴും അല്ലാഹുമ്മ ഇന്നി അസ്അലുക അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഖൽബൻ ഖാശിഅൻ. ബാക്കി കിട്ടാം, ഞാൻ അത്ര മാത്രമേ എഴുതുക. ബാക്കി ഇനിയുണ്ട്, ഇതെങ്കിലും നമ്മൾ ചോദിക്കാം, എപ്പോഴും ചോദിക്കാം. ഇത് കിട്ടിയ ബാക്കിയൊക്കെ കിട്ടിക്കോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅൻ. ഇത് വെറുതെ ഒത്തിരി രണ്ട് തവണ പറഞ്ഞ എല്ലാവരും കാണാതെ പഠിക്കാൻ വേണ്ടി പ്രാർത്ഥന. നിങ്ങൾ വേറെ പൊസിഷൻ എഴുതി പഠിക്കേണ്ട കാര്യം. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ചേർക്കേണ്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅൻ. ഇതിന്റെ വേറെ വേണ്ട, വേറെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. ഇതെങ്കിലും ഇത് കിട്ടിയ വകത കിട്ടിക്കോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅൻ എന്ന് പറയട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅൻ എന്ന് പറയും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅൻ എന്ന് പറയട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅൻ എന്ന് പറയട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅൻ എന്ന് പറയട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅൻ. ഖുശൂഉള്ള ഹൃദയം ചോദിക്കുന്നവർക്ക് ഇതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലാഹുവേ, ഖുശൂഉള്ള നിന്നെ പേടിക്കുന്ന ഒരു ഹൃദയം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മൾ ചോദിക്കുക റബ്ബിനോട്. നമ്മൾ പോലും അറിയാതെ ഹൃദയത്തിലേക്ക് ഖുശൂഅ് തരും, നമ്മൾ പോലും അറിയാതെ മാറും. നമുക്ക് നല്ല ആക്ടിവത്ത് കിട്ടും, നമുക്ക് നല്ലൊരു അവസാനം കിട്ടും. റബ്ബിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഖുശൂഉള്ള ഒരു അവസ്ഥയുടെ മടക്കം നമുക്ക് കിട്ടും. സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയാണ് അല്ലാഹു തആല ഉദാഹരണങ്ങൾ ഖുർആനിൽ പറയുന്നത്. ഇൽമിലുള്ള ഖുശൂഇലേക്ക് എത്താൻ വേണ്ടിയാണ്. അപ്പൊ സൂറത്ത് യാസീൻ മരിച്ചിട്ട് മയ്യത്തിന് ഓടി കൊടുക്കേണ്ട സൂറത്തല്ല. സൂറത്ത് യാസീനിലെ ഓരോ ആയത്തിനും നമുക്ക് ഓടിക്കൊടുത്തരാൻ രണ്ട് കാലിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അർത്ഥസഹിതം പഠിച്ച് മനസ്സിലാക്കേണ്ട സൂറത്താണ് സൂറത്ത് യാസീൻ. ജീവിതമൊക്കെ കഴിഞ്ഞ് എല്ലാം അവസാനിച്ച് കാല കെട്ടി കാല് കെട്ടി കിടക്കുമ്പോൾ അതിന്റെ അരികെ ഇരുന്ന് ഓടേണ്ട സൂറത്തല്ല. അതുകൊണ്ടാണ് സ്വഹാബികൾ ഓടാതിരുന്നത്, നബി അങ്ങനെ ഓടാതിരുന്നത്, ഓടാൻ പഠിപ്പിക്കാതിരുന്നത്. അതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുമ്പോൾ ഈ ഖുർആൻ പഠിക്കണം, ഈ സൂറത്ത് പഠിക്കണം, അതിന് ആശയം ഉൾപ്പെടണം. എന്നിട്ട് അങ്ങനെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതില്ലായ്മകൾ വന്ന് തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത് വിട്ടുകൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പലരും എല്ലാവർക്കും രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തും ആരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് എല്ലാ ക്ലാസ്സുകളും നിർത്തിവെച്ചതാണ്. എല്ലാ ക്ലാസ്സും 10 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ക്ലാസ്സുകളും സ്കൂളിലെ ക്ലാസ്സൊക്കെ നിർത്തിവെച്ച് ഈ ശബ്ദം ചെന്നൈക്കാർക്ക് വേണ്ടി സമാഹരിച്ച് വെച്ചതാണ്. അപ്പോൾ എപ്പോഴാണ് നിൽക്കാനറിയില്ല. 8-ാം തീയതി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ അനുകൂലമായ റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മുസ്ലിം പറയുന്നത്. ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മുടക്കില്ലാതെ വരുന്ന ആളുകളാണ്. സ്ഥിരം പഠിതാക്കളാണ് ഇരിക്കുന്ന എല്ലാവരും. ഖുർആൻ പഠിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്. അതുകൊണ്ട് ആ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാ പരീക്ഷണങ്ങളെയും നമുക്ക് ഭാവന പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീൻ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ.
നമ്മുടെ ജോലിയിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ഏർപ്പാടുകളിലും എല്ലാം അള്ളാഹു എളുപ്പവും നിയമത്തും വർക്കത്തും പ്രദാനം ചെയ്യുക. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.